ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പാർട്ട് 7 ആണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഗേറ്റിൽ നിന്നും IES നിന്നുമാണ് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ എന്താ പറയുക ഏത് ഭാഗമാണ് നന്നാക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിലും നന്നായിട്ട് വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പാർട്ട് 7 ഡിസ്കസ് ചെയ്യാം. പാർട്ട് 7 ഡിസ്കസ് ചെയ്യുമ്പം ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗേറ്റിൽ നിന്നും IES നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് ഈ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇഫ് ദ വോയിഡ് റേഷ്യോ ഇസ് 0.5 ദെൻ ദ പൊറോസിറ്റി ഈസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചായിരുന്നു പൊറോസിറ്റി 50%, വോയിഡ് റേഷ്യോ എത്രയാണ് അല്ലേ. അപ്പോൾ രണ്ടുപേരുടെയും റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E ഈക്വൽ ടു n ബൈ 1 പ്ലസ് n അല്ലേ. 1 പ്ലസ് n അല്ല, 1 മൈനസ് n. ഇവിടെ n ഈക്വൽ ടു E ബൈ 1 പ്ലസ് ഇ. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.33 കിട്ടും. ഓക്കെ, അത് 0.5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.5. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻ എ സോയിൽ മാസ് ഇഫ് ദ വോളിയം ഓഫ് വോയിഡ്സ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ്സ് then the volume of value of void ratio and porosity is. അപ്പം നമുക്ക് കൊടുത്തിട്ടുണ്ട് വോളിയം ഓഫ് വോയിഡ്സും വോളിയം ഓഫ് സോളിഡ്സും രണ്ടും ഈക്വൽ ആണ് അല്ലേ. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ ഇയും എന്നും എന്താണ് ചോദിച്ചിട്ടുണ്ട്. E ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 ആയിരിക്കും കിട്ടും, കാരണം രണ്ടും ഈക്വൽ അല്ലേ, 1 ആയിരിക്കും കിട്ടുന്നത്. അപ്പം n ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ടോട്ടൽ വോളിയം. ടോട്ടൽ വോളിയം എന്താണ്, വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും, 0.5 ആയിരിക്കും. അപ്പം 1 ആൻഡ് 0.5 ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് for a soil in a natural state void ratio is 1 and water content is 30%, G is equal to 2.50%, the degree of saturation is. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫോർമുല അറിയാം, SE ഈക്വൽ ടു W ഇൻറ്റു ജി അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് S ആണ്. അപ്പോൾ S ഈക്വൽ ടു എന്താണ്, W ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഇ. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.75 എന്ന് കിട്ടും. ഓക്കെ, 0.75% കൺവേർട്ട് ചെയ്യുമ്പം 75% കിട്ടും. അപ്പം ആൻസർ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എ സോയിൽ ഹാസ് എ ബൾക്ക് ഡെൻസിറ്റി ഓഫ് 2.4 gram per cc. The water content of 20% and dry density of the sample is gamma d. ഓൾറെഡി നമുക്ക് അറിയാം, റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗാമ ബൈ 1 പ്ലസ് W. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗാമ ഡി 2 gram per cc കിട്ടും. ആൻസർ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ IES ചോദിച്ചിട്ടുണ്ട്. അപ്പം W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി സൈക്ലോമീറ്റർ, W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ, W3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലോമീറ്റർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ, അടുത്തത് വന്ന് സൈക്ലോമീറ്റർ പ്ലസ് വാട്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അറിയാം ഓൾറെഡി. എന്താണ്, W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 മൈനസ് W3 മൈനസ് W4. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 മൈനസ് W4 മൈനസ് W3 ആണ്. W4 അല്ല, W3 മൈനസ് W4 ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മൈനസ് അകത്തോട്ട് കൊണ്ടുവരുവാണെങ്കിൽ W4 മൈനസ് W3 എന്ന് വരും, പുറത്ത് പ്ലസ് എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് natural soil has a bulk density of 1.90 gram per cc and water content of 6%. Assume G equal to 2.67. Assuming the void ratio is constant, what is the degree of saturation at water content of 16%? Okay, എന്താ ചോദിച്ചിരിക്കുന്നത്, SR ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വന്നിട്ട് ഇയും ഇല്ല SRും ഇല്ല. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും, നിങ്ങളൊന്ന് ആലോചിച്ചേ. ഓക്കെ, നമുക്ക് ആദ്യം ഇ എന്താന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇ ഈക്വൽ ടു W ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ SR അല്ലേ. അത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.16 ഇൻറ്റു 2.67 ഡിവൈഡഡ് ബൈ എസ് എന്ന് കിട്ടും. അത് നമ്മൾ ആദ്യം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ഇല്ലേ, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 പ്ലസ് 0.16
ഇൻറ്റു 2.67 ഡിവൈഡഡ് ബൈ എസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇ ഇൻറ്റു എസ് ആർ ഉണ്ടല്ലോ മേളിൽ, അവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ. ഈ എസ് ആർ ഉള്ളതും മറ്റേ താഴെ ഇരിക്കുന്ന ഡിവൈഡഡ് ബൈ എസ് ആർ നമ്മൾ ക്യാൻസൽ ആയി പോകും. അപ്പം 0.16 ഇൻറ്റു 2.67 വന്നിട്ട് നമുക്ക് അവിടെ ഇടാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ജിയും നമ്മൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഗാമ ഡബ്ല്യു നമുക്ക് തന്നിട്ടുണ്ട് 0.6 അല്ലേ, 0.16. ഇതിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് എസ് ഈസ് ഈക്വൽ ടു 0.76 ഈക്വൽ ടു 76.6% ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻ എ വെറ്റ് സോയിൽ എയർ ഓക്യുപ്പൈസ് ദ 1/6 വോളിയം ആൻഡ് വാട്ടർ ഓക്യുപ്പൈസ് ദ 1/3 വോളിയം. ഓക്കെ, ദ വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ ഇസ്, സിമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1/6 വോളിയം എയറും 1/3 വോളിയം വാട്ടറും, ഇത് രണ്ട് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഓഫ് ടോട്ടൽ വോളിയം കിട്ടും. ഈ ഈക്വൽ ടു എന്താ, വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. വോളിയം ഓഫ് സോളിഡ്സ് വന്നിട്ട് അപ്പം ഈ 1/2 വി മൈനസ് വി ചെയ്യുമ്പോൾ നമുക്ക് 1/2 വി കിട്ടും. അതായിരിക്കും വോളിയം ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ 1/2 വി ഡിവൈഡഡ് ബൈ 1/2 വി ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടും, ഈക്വൽ ടു 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. A soil has bulk density of 1.80 gram per cc at a water content of 5%. If the void ratio remains constant, then the bulk density of water content of 10% will be A 1.96 gram per cc, B 1.70 gram per cc, AB ശരി AC സി വന്നിട്ട് 1.70, ബി വന്നിട്ട് 1.80 gram per cc, ഡി വന്നിട്ട് 1.88 gram per cc. ഓക്കെ, ചെയ്തിട്ട് വന്നിട്ട് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് പാർട്ട് 9 അടുത്ത ക്ലാസ് കൂടി ഉള്ളൂ. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് DOE ആയിരിക്കും പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.